ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. രാഷ്ട്രീയ വൈര്യത്തിനും വർഗീയ സംഘർഷങ്ങൾക്കും പിറകെ മതസംഘടനകൾക്കിടയിലെ സംഘർഷങ്ങളും ജീവനെടുക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾ മതത്തിൽ ഇടപെടുന്നതാണോ ഇതിന് കാരണം? അതോ മറ്റു ചില കാരണങ്ങളാൽ വധിക്കപ്പെടുന്നവരെ രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും തങ്ങളുടെ അക്കൗണ്ടിൽ വരവ് വയ്ക്കുന്നതോ? മുസ്ലിങ്ങൾക്കിടയിലെ APEK വിഭാഗങ്ങൾ തമ്മിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടുണ്ടായ സംഘർഷം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു. AP വിഭാഗത്തിലെ 2 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് CPM ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം ലീഗാണെന്ന് CPM ആരോപണമുന്നയിച്ചു. ഇതോടെയാണ് മതസംഘടനകൾ തമ്മിലെ സംഘർഷം രാഷ്ട്രീയ പ്രശ്നമായി മാറിയത്. APEK വിഭാഗങ്ങൾ തമ്മിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് സഹോദരങ്ങളായ ഹംസയും നൂറുദ്ദീനും കൊല്ലപ്പെടുന്നത്. സമസ്ത AP വിഭാഗത്തിന്റെ സജീവ പ്രവർത്തകരായ ഇവർ CPM അനുഭാവികളാണ്. കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണെന്ന് ഇനിയും വ്യക്തമല്ല. കഴിഞ്ഞ കുറേ നാളായി പ്രദേശത്ത് സമസ്ത APEK വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാണ്. ഏറ്റവും ഒടുവിൽ കല്ലങ്കുഴി ജുമാ മസ്ജിദിൽ EK വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഫണ്ട് പിരിവിനെതിരെ മറുവിഭാഗം വഖഫ് ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. ഇതോടെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമായത്. അങ്ങനെ വളരെ സമാധാനപരമായി നടന്നു വരുന്ന സമസ്തയുടെ മഹല്ലുകളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവിടെ സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണല്ലോ. അല്ലാതെ അതിന് സംഘടനയുടെ പ്രത്യേകിച്ചുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന ഉടൻ തന്നെ പ്രദേശത്ത് CPM ഹർത്താൽ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് പ്രശ്നത്തിന് രാഷ്ട്രീയമാനം കൈവന്നത്. എന്നാൽ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന സൂചനയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകുന്നത്. ഇതില് ഒരു പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ആളായി ഹംസ വർക്ക് ചെയ്തിരുന്നില്ല. കൂടാതെ നൂറുദ്ദീൻ അനുഭാവിയോ അങ്ങനെയുള്ള രീതിയിലല്ലാണ്ട് ഉണ്ടായിട്ടില്ല. സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളായ പാലക്കപ്പറമ്പിൽ ജലീലിനെയും മങ്ങാട്ടുതൊടിയിൽ അമീറിനെയും പോലീസ് പിടികൂടി. 98-ൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ട മുഹമ്മദിന്റെ മകനാണ് ജലീൽ. ഇതിലുള്ള കുടിപ്പകയാണോ സംഭവത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും സംഭവത്തിന് രാഷ്ട്രീയമാനം നൽകുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് പോലീസ്. ജലീൽ പടന്ന മീഡിയ 1 പാലക്കാട്. ഉത്തര കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിലെ APEK വിഭാഗങ്ങൾ തമ്മിലെ സംഘർഷം വീണ്ടും സജീവമാവുകയാണ്. മണ്ണാർക്കാട്ട് കഴിഞ്ഞ ദിവസം 2 AP വിഭാഗം അനുഭാവികൾ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ നിരവധി സ്ഥലങ്ങളിലുണ്ടായ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മദ്രസകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തു. മിക്ക പ്രദേശങ്ങളിലും പ്രാദേശിക മഹല്ല് ഭരണം, പള്ളികളുടെയും മദ്രസകളുടെയും നേതൃത്വം എന്നിവ സംബന്ധിച്ചാണ് സംഘർഷമുണ്ടാകുന്നത്. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ബെല്ല കടപ്പുറത്ത് മഹല്ല് പള്ളിക്ക് പുറമെ സമാന്തര പള്ളിയും മദ്രസയും നിർമ്മിക്കാനുള്ള AP വിഭാഗത്തിന്റെ നീക്കത്തിൽ തുടങ്ങിയ പ്രശ്നം പോലീസ് ലാത്തിച്ചാർജിലാണ് കലാശിച്ചത്. വാഹനങ്ങളും വീടുകളും തകർക്കപ്പെട്ടു. കുന്നുംകൈയിലെ മഹല്ല് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കവും സംഘർഷത്തിലെത്തി. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പള്ളി പുനരുദ്ധാരണത്തിന്റെ മറവിൽ പണപ്പിരിവ് നടത്തി സംഘടനാ ഓഫീസ് നിർമ്മിച്ചതായിരുന്നു പ്രശ്നങ്ങൾക്ക് കാരണം. കൊട്ടില ഓണപ്പറമ്പിൽ മദ്രസക്ക് തീയിട്ടു. പള്ളിയുടെ ജനലുകളും വാഹനങ്ങളും തകർത്തു. നിരവധി EK വിഭാഗം പ്രവർത്തകർ അറസ്റ്റിലായി. പാറാട് ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് 4 പേർക്ക് പരിക്കേറ്റു. മറുവിഭാഗത്തെ ലക്ഷ്യം വെച്ചായിരുന്നു ബോംബ് നിർമ്മാണമെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ സംഘർഷത്തിനിടെ ഒരാൾ മരണപ്പെട്ടിരുന്നു. ജില്ലയിലെ പുലാപ്പറ്റ, കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി, മുറമ്പാത്തി എന്നിവിടങ്ങളിലും ഇരുവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടരുകയാണ്. മഹല്ലുകളിൽ തങ്ങളെ മാന്യമായി പരിഗണിക്കുന്നില്ലെന്നും ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണെന്നും AP വിഭാഗം പറയുമ്പോൾ EK വിഭാഗത്തിന്റെ നിലപാട് ഇതാണ്. അവർക്ക് സ്വതന്ത്രമായി പിരിച്ചു, അവർക്ക് വേറെ മദ്രസയും പള്ളിയും തുടങ്ങാം. അവർക്ക് സ്വതന്ത്രമായി വേറെ സ്ഥാപനം ഉണ്ടാക്കുക എന്നല്ലാതെ വിഹിതം വേണമെന്ന അവകാശവാദങ്ങൾ ഉണ്ടാക്കുന്നത് തർക്കത്തിൽ കലാശിക്കുകയാണ്. ഈ പള്ളിയുടെ മുൻപിൽ സ്വന്തം പള്ളി, ആ പള്ളി നിലനിൽക്കുന്ന പള്ളിക്കപ്പുറത്ത് സമാന്തര പള്ളികൾ ഉണ്ടാക്കുന്നതും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. 1987-ൽ സമസ്ത പിളർന്ന സമയത്ത് പ്രാദേശിക തലങ്ങളിൽ വ്യാപകമായ സംഘടനകളുണ്ടായിരുന്നു. ഇരുഭാഗത്തും അന്ന് ആളപായവും സംഭവിച്ചിരുന്നു. ഒരിടവേളയ്ക്കു ശേഷം ഇത്തരം സംഘർഷങ്ങൾ വീണ്ടും വ്യാപകമാവുകയാണ്. നജാത്തുള്ള, മീഡിയ 1 കോഴിക്കോട്. പുനർനിർമ്മാണം നടത്തിയ പള്ളിക്ക് ആശംസകൾ അറിയിച്ച് CPMന്റെയും DYFIയുടെയും ഫ്ലെക്സ് ബോർഡുകൾ. പാർട്ടി സംസ്ഥാന പ്ലീനം നടക്കുന്ന പാലക്കാട്ടാണ് ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുള്ളത്. പുരാതനമായ മേപ്പറമ്പ് ജുമാ മസ്ജിദാണ് ഇപ്പോൾ പുനർനിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത മാസം 5-ാം തീയതി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ പള്ളിയുടെ ഉദ്ഘാടനത്തിനാണ് CPMന്റെയും DYFIയുടെയും ആശംസ. പെരുന്നാളിനും ഓണത്തിനും ക്രിസ്തുമസിനും പൂരങ്ങൾക്കും കുറച്ചുനാളുകളായി CPMും പോഷക സംഘടനകളും ആശംസാ ബോർഡുകൾ വയ്ക്കാറുണ്ട്. എന്നാൽ മുസ്ലിം പള്ളി ഉദ്ഘാടനത്തിന് ഫ്ലെക്സ് ബോർഡ് വയ്ക്കുന്നത് അപൂർവമാണ്. മതവിശ്വാസികളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഊർജിത ശ്രമം നടത്തുന്ന CPM മുസ്ലിം സമുദായത്തിലേക്ക് കടന്നു ചെല്ലാൻ ന്യൂനപക്ഷങ്ങൾക്കായി പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആശംസാ ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മീഡിയ 1 പാലക്കാട്.
വിഷയത്തിൽ പ്രതികരിക്കാൻ സൈദലവി മാസ്റ്റർ SYS AP വിഭാഗം സംസ്ഥാന സെക്രട്ടറി മലപ്പുറം സ്റ്റുഡിയോയിലുണ്ട്. മുസ്തഫ മുണ്ടുപാറ SYS EK വിഭാഗം സംസ്ഥാന സെക്രട്ടറി, കളത്തിൽ അബ്ദുള്ള മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സെക്രട്ടറി എന്നിവർ ന്യൂസ് സ്റ്റുഡിയോയിൽ, KT ജലീൽ MLA, ഡോക്ടർ ഫസൽ ഗഫൂർ എന്നിവരെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം സൈദലവി മാസ്റ്ററിലേക്ക്. സൈദലവി മാസ്റ്റർ, മണ്ണാർക്കാട്ടുണ്ടായ കൊലപാതകത്തിൽ 2 പേർ വധിക്കപ്പെട്ടതും ആ സംഭവത്തിൽ 2 പേർ വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായ ഇന്നത്തെ സിറാജ് ദിനപത്രത്തിലെ വാർത്തയിൽ സുന്നി വിഭാഗം അനുഭാവികളായതിനാലാണ് അവർ വധിക്കപ്പെട്ടത് എന്ന സൂചനയാണുള്ളത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ സംഘടനാപരമായ ഒരു വൈരത്തിൻ്റെ പേരിലായിരുന്നു അവർ കൊല്ലപ്പെട്ടത്? അവിടെ ഉണ്ടായ കൊലപാതകത്തിൽ മരണപ്പെട്ട 2 പേരും, ഒരാൾ നമ്മുടെ യൂണിറ്റ് SYSൻ്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്, രണ്ടാമത്തെ വ്യക്തി ഹംസ SYSൻ്റെ ഒരു മെമ്പറുമാണ്. നേരത്തെ അവിടെ പള്ളി എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പള്ളികൾ അത് 2 വിഭാഗത്തിൻ്റെയും ഒരുമിച്ചുള്ള പള്ളി മഹല്ലുകളാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേത് 90കൾക്ക് ശേഷമുള്ളത് മാത്രമേ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റേതായി പള്ളികളുള്ളൂ. ബാക്കിയുള്ള പള്ളികളും മദ്രസകളും മഹല്ലുകളും എല്ലാം സംയുക്തമായി പൊതുവായി ഉണ്ടായ പള്ളികളും മദ്രസകളുമാണ്. ഈ പള്ളി മദ്രസകളിൽ അത് ഒരു വിഭാഗത്തിൻ്റേത് മാത്രമാണെന്നും അതിൽ നിന്ന് AP വിഭാഗക്കാരായ ആളുകൾ അവർ മാറി നിൽക്കണമെന്നും അവർക്ക് അവിടെ അധികാരങ്ങളിലോ അവിടുത്തെ മഹല്ല് കമ്മിറ്റികളിലോ അവിടുത്തെ ഔദ്യോഗിക സ്ഥാനങ്ങളിലോ ഒരു ഭാരവാഹിത്വവും പാടില്ലെന്നുള്ള കടുപിടുത്തവും നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന്, EK വിഭാഗം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് AP വിഭാഗത്തിൻ്റെ ആളുകളെ അകറ്റി നിർത്തണം എന്ന തരത്തിലുള്ള വളരെ ഗൂഢമായ അവരുടെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളും നേതൃത്വത്തിൻ്റെ ഇടപെടലുകളുമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരന്തരീക്ഷം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. കണ്ണൂർ ജില്ലയിൽ മദ്രസ കത്തിച്ച സംഭവത്തിലും ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഭവത്തിലും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മഞ്ചേരിയിൽ മഞ്ഞപ്പറ്റയിൽ അബൂബക്കർ ഹാജി മരണപ്പെട്ട സംഭവത്തിലും ഇവിടെയൊക്കെ വളരെ വ്യക്തമായി ഒരു വിഭാഗത്തിൻ്റെ കടുപിടുത്തം, അത് ഞങ്ങളുടേത് മാത്രമാണ്, വേറെ ഒരു വിഭാഗത്തിനും ഇവിടെ അവകാശമില്ല, അവർക്ക് മാറിപ്പോകാം എന്ന തരത്തിൽ പ്രതികരിക്കുന്നത് കൊണ്ട് നേതൃത്വത്തിൻ്റെ ശക്തമായ അവരുടെ പിന്തുണയോടുകൂടി നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ. തിരികെ താങ്കളിലേക്ക്. മുസ്തഫ മുണ്ടുപാറ, ഇത്തരം സംഭവങ്ങളിൽ നിരന്തരം ആരോപണ വിധേയരാകുന്നവരാണ് EK വിഭാഗം സുന്നികൾ. കാരണം EK വിഭാഗത്തിന് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയുണ്ട് എന്ന് AP വിഭാഗം ആരോപിക്കുന്നുണ്ട്. ഇത്തരം പിന്തുണയോടെ, രാഷ്ട്രീയ ഭരണപരമായ പിന്തുണയോടെയാണ് AP വിഭാഗത്തിന് മേൽ കായികമായ ആക്രമണങ്ങൾ നടത്തുന്നതാണ് ആരോപണം. ഇപ്പോൾ ഒടുവിൽ മണ്ണാർക്കാട്ട് 2 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും സമാധാനം പ്രചരിപ്പിക്കേണ്ട മതങ്ങൾ, ആ മതത്തിൻ്റെ സംഘടനകൾ തമ്മിൽ പരസ്പരം പോരടിച്ചാണ് ഈ ജീവനുകൾ എടുക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു അതിനോട്? ആ മരണത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസമുണ്ട്. ഞങ്ങളതിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുകയുമാണ്. പക്ഷേ ഇവിടെ ഉണ്ടായ സംഭവം, ആ പ്രദേശത്തുള്ള ഉണ്ടായ ഈ അനിഷ്ടകരമായ സംഭവത്തിൻ്റെ കാരണം EKP പ്രശ്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ EKP പ്രശ്നത്തിനേക്കാൾ അപ്പുറം അതിൻ്റെ മറ്റ് ചില കാരണങ്ങളുണ്ട്. സ്വാഭാവികമായും ഏതൊരു മഹല്ലത്തിലും ഈ ഇരുവിഭാഗമുള്ളപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായും അകൽച്ച ഉണ്ടാവാം. പക്ഷേ അവിടെ ഉണ്ടായ സംഭവത്തിൻ്റെ പ്രധാന കാരണം EKP പ്രശ്നമല്ല. അതങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അവിടെ ഒരു കുടുംബപരമായ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായ ചില വിഷയങ്ങളും അവിടെയുണ്ട്. അത് എല്ലാം കൂടി ഉണ്ടായി എന്ന് ഒഴിച്ചാൽ ഈ EK വിഭാഗത്തിനെ ആ കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് പൂർണ്ണമായി വസ്തുതാപരവും. മുസ്തഫ, തിരികെ താങ്കളിലേക്ക്. കളത്തിൽ അബ്ദുള്ള, ഇത്തരം വിഷയങ്ങളിൽ EK AP സംഘർഷങ്ങളിൽ നിരന്തരം കുറ്റാരോപിതരാകുന്ന ഒരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. കാരണം ഇതിൽ EK വിഭാഗത്തെ മുസ്ലിം ലീഗ് പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം മറുവിഭാഗം ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറെക്കുറെ വാസ്തവമുണ്ട്. യഥാർത്ഥത്തിൽ മണ്ണാർക്കാട്ടെ വിഷയത്തിൽ, താങ്കൾ മണ്ണാർക്കാട് സ്വദേശിയായിരിക്കെ, ആ വിഷയത്തിൽ രാഷ്ട്രീയമായ കാരണങ്ങളാണോ ഉള്ളത്, അതോ ഇത്തരത്തിൽ മതസംഘടനകൾ തമ്മിലുള്ള പള്ളിയുടെയും മദ്രസയുടെയും പേരിലുള്ള തർക്കമാണ്? വർഷങ്ങളായി കല്ലാങ്കുഴി ഗ്രാമത്തിൽ പരസ്പരം ചേരിതിരിഞ്ഞുള്ള വൈരാഗ്യം നിലനിൽക്കുകയാണ്. അതിനെ രാഷ്ട്രീയപരമായി വൽക്കരിച്ചുകൊണ്ടും മതപരമായി വൽക്കരിച്ചുകൊണ്ടും ചില ആളുകൾ മുന്നോട്ട് വരികയാണ്. സത്യത്തിൽ അവിടെ 2 വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞുപോയി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ അഗാധമായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. അവിടെ നടക്കാൻ പറ്റാത്തതാണ് നടന്നത്. ഏതായാലും അത് ദൗർഭാഗ്യകരമായ സംഭവമാണ്. മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം
എല്ലാ മതങ്ങളും ജാതികളും മുസ്ലിം സമുദായത്തിൽ അവാന്തര ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ എന്തിലും ഏതിലും വൈരാഗ്യം കലർത്തി ജനങ്ങളെ തൻ പ്രാമാണിത്വവും തൻ മേധാവിത്വവും ഒക്കെ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഈ പ്രശ്നവുമായി യാതൊരു ബന്ധവുമില്ല. റൈറ്റ്, തിരികെ എത്താം താങ്കളിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ ഫസൽ ഗഫൂർ, കാലങ്ങളായി EK-AP വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം സംസ്ഥാനത്ത് തുടർന്നു വരികയാണ്. ഇക്കാര്യത്തിൽ പ്രത്യക്ഷമായി തന്നെ ലീഗ് ഒരു വിഭാഗത്തോടൊപ്പം നിൽക്കുന്നു. മറുവിഭാഗത്തെ പിന്തുണയ്ക്കാൻ സ്വാഭാവികമായും ലീഗിൻ്റെ എതിരാളികൾ വിശിഷ്യ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ മതസംഘടനകൾക്ക് രാഷ്ട്രീയ കക്ഷികൾ നൽകുന്ന പിന്തുണയല്ലേ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് വരെ നയിക്കുന്ന സംഭവങ്ങൾക്ക് കാരണം? അല്ല, അതില് നമ്മൾ ഈ മലയാളിയുടെ മനഃശാസ്ത്രം എന്ന് പഠിക്കാനുണ്ട്, സൈക്കോളജി. ബേസിക്കലി മലയാളി ഒരു പിളർപ്പനാണ്, സ്പ്ലിറ്ററാണ്. നിങ്ങളിപ്പോൾ മതസംഘടനകളുടെ കാര്യമാണ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയ സംഘടനകൾ അല്ലെങ്കിൽ മതങ്ങൾ ഇതെല്ലാം എടുത്ത് നോക്കിയാൽ ലോകത്ത് എവിടെയെങ്കിലും ഇത്രയും ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ടോ? ഓർത്തഡോക്സ്, പാട്രിയാർക്കീസ് വിഭാഗം, റോമൻ കാത്തലിക്, ലത്തിൻ കത്തോലിക്, അങ്ങനെ പോകുന്നു. രാഷ്ട്രീയം നോക്കിയാൽ CPM, CPI, CPML, INC, മറ്റേ കോൺഗ്രസ്. അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രാമാണിത്വത്തിന് വേണ്ടിയിട്ട് മലയാളി എന്തിലെങ്കിലും പോയി ചേർന്നു. അതിൽ മുസ്ലിമും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. പ്രത്യേകിച്ച് ഇപ്പൊ പണക്കാരായിട്ടുള്ള ലോക്കൽ പ്രമാണിമാരും ഗൾഫിൽ നിന്ന് വന്ന പ്രമാണിമാരും ഒക്കെ അവർക്ക് ഇതായിട്ടൊന്നും ആദർശപരമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവർ ചുമ്മാ ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റിയിലോ കാര്യത്തിലോ ചേർന്നിട്ട് ഇവരുടെ കാര്യം നേടാനായിട്ട് ഇവർ EK സുന്നിയോ AP സുന്നിയോ മാറുന്നു. ഇതിൽ പണ്ഡിതന്മാരെ ഞാൻ കുറ്റം പറയുന്നില്ല. ഈ ചേർന്നതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവർ തന്നെയാണ് ഇതിൽ രാഷ്ട്രീയമൊക്കെ കൂടുതൽ. ആ കളത്തിൽ അബ്ദുള്ള പറഞ്ഞത് ശരിയാണ്. കളത്തിൽ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നതോടൊപ്പം ഒരു കാര്യത്തിൽ കളത്തിനോട് യോജിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് അനാവശ്യമായിട്ട് മതസംഘടനകളുടെ കാര്യങ്ങളെല്ലാം പറയേണ്ട ആവശ്യമില്ല. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. മറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയാണ്. പക്ഷെ അത് മുജാഹിദ് യോജിപ്പിന് വേണ്ടിയിട്ട് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നു. ഇവരെന്തിനു മുജാഹിദിനെ യോജിപ്പിക്കാൻ നിൽക്കുന്നത്? ഇവര് രാഷ്ട്രീയ സംഘടനയല്ലേ? അപ്പൊ ഇവര് EK-AP വിഭാഗത്തിന് കുറെ സ്വീകരണം അങ്ങോട്ട് എഴുതാനും അതിനെതിർക്കാൻ EK നടത്തുന്നതാണ്. എന്റെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ്. ഞാൻ മുസ്ലിം ലീഗിനെ കുറ്റം പറയല്ല, ഞാൻ മുസ്ലിം ലീഗിനെ ഒരു അഡ്വൈസുമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പൊതുവെ മുസ്ലിം ലീഗ് ഇതിൽ വലിയ സാധ്യമായിട്ടുള്ള റോൾ പ്ലേ ചെയ്യുന്നതാണെന്നാണ് എന്റെ അഭിപ്രായം. അവരുടെ പക്ഷെ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് പള്ളി കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ പ്രസിഡന്റ് ഒന്നല്ല EK വിഭാഗത്തിൽ ചേരും, അല്ലെങ്കിൽ AP വിഭാഗത്തിൽ ചേർന്നിട്ട് പിന്നെ ഒരു ലീഗിലും ചേരും. അപ്പൊ ലീഗുകാരനാവണം. ഇനി പറ്റുന്ന ആൾ MES-കാരനാവാൻ നോക്കും. അതായത് ഇപ്പൊ പല റോളുകളാണ് നമ്മുടെ മലയാളി മുസ്ലിം ഇപ്പൊ പ്ലേ ചെയ്യുന്നത്. അവൻ MES-കാരനാണ്, അവൻ ലീഗുകാരനാണ്, അവൻ മുജാഹിദിന്റെ മടവൂർ വിഭാഗക്കാരനാണ്. ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാർ അങ്ങനത്തെ. അപ്പൊ ഇതിപ്പോ എല്ലാത്തിലും കയറിയിട്ട് ഈ പ്രാമാണിത്വം കാണിക്കുക, അതിന്റെ ഭാഗമായിട്ട് വൈരാഗ്യം നേരെ കളത്തിൽ പറഞ്ഞ ഒരു വൈരാഗ്യം വെക്കുക, വേണ്ടാത്ത ഏറ്റുമുട്ടൽ. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയ കക്ഷിയുള്ള മതസംഘടനകൾക്കുള്ള ഉപരിയായിട്ട് ഞാൻ കുറ്റം പറയുന്നത്. ഡോക്ടർ ഫസൽ ഗഫൂർ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. KT ജലീൽ MLA ഉണ്ട് ടെലിഫോൺ ലൈനിൽ. KT ജലീൽ, ഇവിടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയ ലീഗിനെ പറ്റി ചൂണ്ടിക്കാട്ടിയ കാര്യം AP-EK സംഘർഷത്തിൽ ഒരു വിഭാഗത്തെ അന്ധമായി ലീഗ് പിന്തുണയ്ക്കുന്നു, അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ വഷളാവുന്നത് എന്ന്. ഇത് CPM-നും ബാധകമല്ലേ? മണ്ണാർക്കാട്ടെ വിഷയത്തിൽ അവിടെയുണ്ടായ ഒരു പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് EK-AP വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കാൻ CPM രംഗത്തുണ്ടായിരുന്നു എന്നാണ് ആരോപണം. EK-AP വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം ആരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല. സമസ്ത പിളർന്നതിന് ശേഷം ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു. അതിൽ ഏകപക്ഷീയമായി മുസ്ലിം ലീഗ് EK വിഭാഗത്തിന്റെ കൂടെ നിന്നു. AP വിഭാഗത്തിന്റെ കൂടെ അന്ന് സത്യത്തിൽ നിന്നത് കോൺഗ്രസ് ആണ്. പല സ്ഥലങ്ങളിലും AP വിഭാഗക്കാരായിട്ടുള്ള ആളുകളിൽ വലിയൊരു ശതമാനം കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവരാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് ലീഗ് വളരെ ഏകപക്ഷീയമായി EK വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തങ്ങൾക്കും ഒരു രാഷ്ട്രീയ പിൻബലം വേണമെന്ന് അവർ കരുതിയിരുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ആര്യാടൻ മുഹമ്മദാണ് സത്യത്തിൽ AP വിഭാഗത്തിന്റെ ശക്തനായിട്ടുള്ളൊരു സപ്പോർട്ടർ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AP വിഭാഗം യാതൊരു ഗത്യന്തരവുമില്ലാതെ അഭയം ആര് തരുന്നുവോ അവിടെ നിന്ന് അഭയം സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. മഞ്ചേരിയിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് പള്ളിയിൽ വെച്ച് കത്തിക്കുത്ത് നടന്ന് ഒരാൾ മരണപ്പെട്ടത്, ഒരു AP വിഭാഗക്കാരൻ മരണപ്പെട്ടത്. എല്ലാ മഹല്ലുകളിലും മുസ്ലിം ലീഗിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ ലീഗുകാരായിട്ടുള്ള ആളുകളോ പള്ളി കമ്മിറ്റിയുടെ സ്ഥാനത്ത് വരണം എന്നുള്ള വലിയ താല്പര്യം കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗ് കൂടുതൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും. പള്ളി കമ്മിറ്റികളുടെയും മദ്രസ കമ്മിറ്റികളുടെയും ഒക്കെ ഒരു സ്ഥാനങ്ങൾ, പദവികൾ ലഭിച്ചില്ല എങ്കിൽ ലീഗിന് ഭാവിയിൽ ക്ഷീണം സംഭവിക്കും എന്ന് ലീഗ് തെറ്റിദ്ധരിക്കുന്നു. ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള മാനത്തിൽ നിന്ന് വളരെ കൂടുതൽ മത സാമുദായിക സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയായി
പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് കുറച്ചു കാലമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. EK-AP വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിക്കണമെങ്കിൽ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ സപ്പോർട്ട് ഒരു വിഭാഗത്തിന് കൊടുക്കുന്നത് മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിലാണല്ലോ ലീഗ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ മണ്ണാർക്കാട്ട് AP വിഭാഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക പോലും ചെയ്തത്. അങ്ങനെയുള്ള AP വിഭാഗത്തോട് ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും അവർ കാണിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ തന്നെ ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നോക്കി. എന്നാൽ അങ്ങനെ പരിഹരിക്കപ്പെടുന്ന ഒരു പ്രശ്നമായി ഇത് മാറാൻ പാടില്ല എന്ന് ദുശാഠ്യമുള്ള ചില ആളുകൾ, EK വിഭാഗത്തിലെ ചില ആളുകൾ ലീഗ് നേതൃത്വത്തെ കൊണ്ട് അടിയറവ് പറയിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത്. തിരികെ എത്താൻ താങ്കളിലേക്ക് മുസ്തഫ മുണ്ടുപാറ, 1989 ഈ പിളർപ്പിന് ശേഷം നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം പോലും വണ്ടൂരിലെ എളങ്കൂരിൽ ഒരു CD ഓഫാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരാളുടെ മരണത്തിൽ കലാശിച്ചത്. തിരൂരിലെ കോർമൻ കടപ്പുറം കുപ്രസിദ്ധമാണ്, EK-AP സംഘർഷത്തിന് കുപ്രസിദ്ധമായ സ്ഥലമാണ്. ഇത്തരത്തിൽ എല്ലാ സംഘർഷങ്ങളിലെയും ഒടുക്കം വിരൽ ചൂണ്ടപ്പെടുന്നത് EK വിഭാഗത്തിന് നേരെയാണ്. യഥാർത്ഥത്തിൽ ഈ സംഘർഷം ഉണ്ടാക്കുന്നത് സംഘടനാപരമായി EK വിഭാഗം തന്നെയാണോ അതോ അവരെ പിന്തുണയ്ക്കുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരാണോ? രണ്ടുമല്ല. EK വിഭാഗമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ള ഇപ്പോൾ പറഞ്ഞ രണ്ട് മുസ്ലിം ലീഗിനെയും EK വിഭാഗത്തിന് രണ്ടും ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞ രണ്ടും ശരിയല്ല. ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നതിൽ പ്രധാനമായി ഇപ്പോൾ ജലീൽ സാഹിബ് പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടി ഇതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ്. ഈ വിഷയത്തിൽ പോലും ഇപ്പോൾ മണ്ണാർക്കാടുണ്ടായ വിഷയത്തിൽ പോലും വളരെ വ്യക്തമായ പങ്ക് മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ വിഷയങ്ങൾ ഇത്ര മാത്രം രൂക്ഷമായത്. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ EK-AP പ്രശ്നമല്ല, നിങ്ങൾ ആവർത്തിച്ച് പറയുന്ന EK-AP പ്രശ്നം. ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുക. ആ പത്രങ്ങളിൽ നമ്മൾ ആ വാർത്ത പഠിച്ചാൽ വളരെ വ്യക്തമായി അത് ബോധ്യപ്പെടും. EK-AP പ്രശ്നമല്ല. അവിടെ നേരത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് മാസങ്ങൾക്ക് മുമ്പാണ്. ഇത് പിന്നീട് ഇപ്പോഴുണ്ടായ വിഷയത്തിൻ്റെ കാരണം ഇതൊന്നുമല്ല. ഇതിൽ കുടുംബ പ്രശ്നമുണ്ട്, ഒരു കൊലപാതകം നേരത്തെ നടന്നിട്ടുണ്ട്. ഇതിൽ മരണപ്പെട്ട ആൾ ഒരു കൊലപാതക കേസിലെ പ്രതിയാണ്. മാത്രമല്ല ഒരുപാട് സംഘടന കേസുകളിൽ നിന്ന് പരിക്ക് പറ്റി നിൽക്കുന്ന ആൾ പ്രതിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ ഉണ്ടായ രാഷ്ട്രീയപരമായ ചില മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില കുരുട്ട് ബുദ്ധികളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ജലീൽ സാഹിബിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവർക്ക് കൃത്യമായ പങ്കുണ്ട്. AP വിഭാഗത്തിന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും ചെയ്തു കൊടുത്തുകൊണ്ട് ഒരു വേള EK വിഭാഗത്തെ കഴിയാവുന്ന വിധത്തിൽ ദ്രോഹിച്ച ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവർ കിട്ടിയ അവസരങ്ങളിൽ നാനാർ ഭരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്കുവച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കക്ഷി ചേരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിനെ ആക്ഷേപിക്കേണ്ട. മാർക്സിസ്റ്റ് പാർട്ടി ഇതിലും നമ്പർ 1 കക്ഷിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവരുടെ കുതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. തിരികെ എത്താം. സൈദലവി മാസ്റ്റർ, മണ്ണാർക്കാട്ടുണ്ടായ പ്രശ്നം യഥാർത്ഥത്തിൽ AP-EK പ്രശ്നം തന്നെയാണോ അതോ ഈ സാഹചര്യത്തിൽ ഇതിനു മുമ്പ് ചരിത്രപരമായി ഒരുപാട് സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെന്ന് കളത്തിൽ അബ്ദുള്ള പറയുന്നു? കാരണം ഇപ്പോഴുണ്ടായ സംഭവം മുൻപുണ്ടായ ഒരുപാട് സംഭവങ്ങളുടെ തുടർച്ചയാണ്. ആ അർത്ഥത്തിൽ ഒരു പള്ളിയുടെ തർക്കവുമായി ബന്ധപ്പെട്ട AP-EK തർക്കമാണോ ഈ കൊലപാതകത്തിൽ എത്തിയത്? അങ്ങനെ ആരോപിക്കുന്നതിൽ വസ്തുതയുണ്ടോ? ഈ കാര്യത്തിൽ കളത്തിൽ അബ്ദുള്ള സാഹിബ് തന്നെ ഈ കാര്യം പറഞ്ഞു. അയാളതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവിടെ ചേരി തിരിഞ്ഞുള്ള രണ്ട് വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ കുറേ കാലങ്ങളായി നടക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയത്ത് തിരിച്ച് ആ നാട്ടുകാരനല്ലാത്ത മറ്റൊരാൾ പറയുന്നത്, മുണ്ടുപാറ പറയുന്നത്, ഈ വിഷയം ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിഷയമാണ്. അത് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ച സംഭവത്തിന് പിന്നിൽ EK-AP പ്രശ്നങ്ങളല്ല എന്നാണ്. ഇവിടെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള EK വിഭാഗത്തിൻ്റെ ഗൂഢമായ ശ്രമങ്ങളാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നങ്ങളില്ലെങ്കിൽ എല്ലാ സ്ഥലത്തും അതാണ് സംഭവിക്കുന്നത്. എങ്ങനെയാണ് ഒരു മഹല്ല് കമ്മിറ്റി, ഒരു മദ്രസ കമ്മിറ്റി ഒരു വിഭാഗത്തിൻ്റേത് ആകുന്നത്? അത് എല്ലാ വിഭാഗം കൂടെ ഒരുമിച്ചുണ്ടാക്കിയതല്ലേ. എല്ലാ വിഭാഗക്കാരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു മദ്രസ, ഒരുമിച്ചുണ്ടാക്കിയ പള്ളി, അത് 89-ന് ശേഷം ഇവിടെ സമസ്ത രണ്ടായി പിളർന്നിട്ടുണ്ട്. ആ രണ്ടായതിന് ശേഷം ഉണ്ടാക്കിയ പള്ളികൾ അത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാം. അത് ഞങ്ങൾ സ്വന്തമായി ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ EK വിഭാഗം സ്വന്തമായി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. നേരത്തെയുള്ള പള്ളികളും മഹല്ലുകളും അതൊക്കെ ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും, ആ നാട്ടിലുള്ള മുസ്ലിങ്ങളായ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അത് അതിൻ്റെ ആ കാര്യത്തിൽ അവിടെ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി അവിടെ സുന്നി എന്നും മുജാഹിദ് എന്നും ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ വേർതിരിവുകളുണ്ടാവും. അപ്പോൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും അവകാശപ്പെട്ട പള്ളികൾ ഒരു വിഭാഗത്തിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടുത്ത കാലത്ത് അത് വളരെ കൂടുതലായി
അവരുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അവർ കയറൂരി വിട്ടതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. തികച്ചും തീർച്ചയായും അതിൻ്റെ ഉത്തരവാദികൾ EK വിഭാഗത്തിൻ്റെ നേതൃത്വമാണ്. യാതൊരു സംശയവും മാസ്റ്റർ തിരികെ എത്താം. കളത്തിൽ അബ്ദുള്ള, മണ്ണാർക്കാട്ടെ സംഭവത്തിലെങ്കിലും ലീഗിന് ഒരു പങ്കുമില്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഒരു പള്ളി കേന്ദ്രീകരിച്ച് നടന്ന പിരിവാണ് ഇപ്പോൾ ഈ തർക്കത്തെ തുടർന്ന് ഒരു കൊലപാതകത്തിലെത്തിയിരിക്കുന്നത്. ആ പിരിവ് നടത്താൻ വേണ്ടി അവർ ധൈര്യപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പിൻബലമുള്ളത് കൊണ്ടല്ലേ? മണ്ണാർക്കാടിൻ്റെ പൊളിറ്റിക്കലായ ചരിത്രവും മതപരമായ ചരിത്രവും നമ്മളൊന്ന് നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ മണ്ണാർക്കാടിനെ സംബന്ധിച്ച് തികച്ചും ശാന്തമായൊരു പ്രദേശമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസ്ലിം സമുദായത്തിലെ എല്ലാ ഗ്രൂപ്പുകളും മണ്ണാർക്കാടുണ്ട്. പക്ഷേ സൗഹാർദ്ദത്തിന് കേളികെട്ട ആ മണ്ണിൽ ഇതുവരെയായി സംഘർഷങ്ങൾ ഉണ്ടാവാറില്ല. അതിന് കാരണം മണ്ണാർക്കാട്ടെ പൊളിറ്റിക്കൽ നേതൃത്വവും മതനേതൃത്വവും തക്ക സമയത്ത് ഇടപെട്ട് പരിഹാരം കാണലാണ്. മുസ്ലിം ലീഗിൻ്റെ ഓഫീസിന് നേരെ കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായി. ആയിരക്കണക്കിന് ലീഗിൻ്റെ പ്രവർത്തകന്മാർ തടിച്ചുകൂടി ജാഥ നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങളാണ് ജാഥ വേണ്ട എന്ന് ശാഠ്യം പിടിച്ച് ഞങ്ങളുടെ പ്രവർത്തകന്മാരെ തിരിച്ചുവിട്ടത്. കോൺഗ്രസ് ഓഫീസിനെതിരായി CPMൻ്റെ ഭാഗത്ത് നിന്ന് അക്രമമുണ്ടായി. ഈ 2 അക്രമവും സംഘടിപ്പിച്ചത് CPM ആണ്. സത്യത്തിൽ കല്ലാങ്കുഴിയിൽ നടന്നത് 3 പേര് ഈ കേസിൽ പ്രതികളായി വന്നത് കൊല്ലപ്പെട്ട പലവക്കോട് മുഹമ്മദാക്കാടെ മക്കളാണ്. സംഭവം അവരെ പിതാവിനെ 3 വർഷം മുമ്പ് ഒരു 6 വർഷം മുമ്പ് ഞാൻ MLA ആകുന്നതിന് മുമ്പ് കൊല ചെയ്യപ്പെട്ടു. അവരുടെ മനസ്സിൽ അവരൊക്കെ ഈ കേസിൽ ഇന്ന് പ്രതികളായി വന്നിരിക്കുകയാണ്. എന്തിനും ഏതിനുമൊക്കെ രാഷ്ട്രീയവും മതവുമൊക്കെ കലർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുകയും ജനങ്ങളെ 2 ചേരിയാക്കാനുള്ള ചില ആളുകളുടെ ശ്രമം ഇതിൻ്റെ ബാക്കിലുണ്ട്. സത്യത്തിൽ മുസ്ലിം ലീഗുകാർ തിങ്ങിത്താമസിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ EK വിഭാഗത്തിൻ്റെ ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു മഹല്ല്, ആ മഹലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ തണല് എന്ന് പറയുന്ന മണ്ണാർക്കാട്ടെ 90ഓളം മഹലുകൾ കേന്ദ്രീകരിച്ചൊരു സംഘടന ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രശസ്തമായ രീതിയിൽ കക്ഷി രാഷ്ട്രീയത്തിനെതിരായി CPMകാരുണ്ട്, CPIക്കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഞാൻ ആ പള്ളിയുടെ പേരൊക്കെ വേണമെങ്കിൽ CPIക്കാർ നേതൃത്വം കൊടുക്കുന്ന സംസ്ഥയുടെ പള്ളിയുടെ പേര് ഏതാണെന്ന് പറയാം, യത്തീംഖാനകളുണ്ട്, ഒക്കെയുണ്ട്. അവരൊക്കെ സൗഹാർദ്ദത്തെ രൂപീകരിച്ചൊരു സംഘടനയാണ്. അതൊരു സ്വാതന്ത്ര്യം പരിപാടിക്ക് വേണ്ടിയുള്ള അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ. കളത്തിൽ അബ്ദുള്ള, പ്രശ്നം അതൊരു പൊതുവേദിയായിരിക്കാം, പക്ഷേ സമസ്തയുടെ ഒരു വിഭാഗത്തിന് മുൻകൈയിൽ നടക്കുന്ന ശ്രമങ്ങളെ മുസ്ലിം ലീഗ് പരസ്യമായും രാഷ്ട്രീയമായും പിന്തുണയ്ക്കുന്നു. അക്കാരണം കൊണ്ട് തന്നെ AP വിഭാഗത്തെ അവഗണിക്കുകയോ അവരെ അടിച്ചമർത്തുകയോ ചെയ്യുന്നു എന്നാണ് സൈദലി മാസ്റ്റർ ആരോപിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയ പിന്തുണയാണ് ഈ സംഘർഷങ്ങളിലേക്ക് വഴിതിരിക്കുന്നതെന്നും ആരോപിക്കപ്പെടുന്നു. മണ്ണാർക്കാടിനെ സംബന്ധിച്ച് സൈദലി മാസ്റ്റർ വന്ന് മണ്ണാർക്കാട് പരിശോധിച്ചാൽ മുസ്ലിം ലീഗ് ഇത്തരം അക്രമത്തിലേക്കോ EK സുന്നി വിഭാഗം ഇത്തരം അക്രമത്തിലേക്കൊന്നും മണ്ണാർക്കാട് പോകാറില്ല. മണ്ണാർക്കാടിനെ സംബന്ധിച്ച് ശാന്തമായ ഒരു സാഹചര്യമാണ്. തിരികെ എത്താൻ താങ്കളിലേക്ക്. ഡോക്ടർ ഫസൽ ഗഫൂർ, താങ്കൾ ഇക്കാര്യത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് EK വിഭാഗത്തെ പിന്തുണയ്ക്കുന്നതിൻ്റെ പേരിൽ. ഏത് കാര്യത്തിലാണ് താങ്കൾ CPMനെ ഇക്കാര്യത്തിൽ ഒഴിവാക്കുന്നത്? കാരണം മണ്ണാർക്കാട്ടുണ്ടായ സംഭവത്തിൽ അവിടെ AP വിഭാഗത്തിനെതിരെ ലീഗ് നിലയുറപ്പിച്ചപ്പോൾ ആ AP വിഭാഗത്തെ പിന്തുണച്ചുകൊണ്ട് DYFIയുടെ യൂണിറ്റ് പ്രാദേശിക ഘടകങ്ങൾ രൂപീകരിച്ചാണ് അവിടെ AP വിഭാഗത്തെ ചൂടുറപ്പിക്കാൻ CPM സഹായിച്ചത്. ഇത്തരത്തിലുള്ള സഹായം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഞാൻ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ EK വിഭാഗമായിട്ട് അവർ ചേർന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ പൊതു സ്വഭാവം അനുസരിച്ചിട്ട് ഈ ആൾക്കാർ, ഈ മഹൽ കമ്മിറ്റിയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് വടക്കൻ മലബാർ, ഞാൻ ചോദിക്കട്ടെ, തെക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലോ? കാരണം അവിടെ ഈ മതസംഘടനകളൊന്നും ശക്തമല്ല. അവിടെ EK ഇല്ല, AP ഇല്ല, മുജാഹിദും ഇല്ല, ഒന്നുമില്ല. അവർ മഹൽ കമ്മിറ്റി മാത്രമാണ്. അവരിലധികം പേര് സുന്നി സുന്നി എന്ന് പറഞ്ഞാൽ സുന്നി ആശയങ്ങളോട് യോജിക്കുന്നു. അവർ SYS SKS ഒന്നുമില്ല. അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വടക്കൻ മലബാറിൽ സംഘടനകൾ അതിപ്രസരമാണ്. അപ്പൊ ഒരു സംഘടന പോയിട്ട് ലീഗിനോട് ഒട്ടിച്ചേരുമ്പോൾ നാച്ചുറലി ഞാൻ മുസ്ലിം ലീഗിന്റെ പേര് പറയാം, കാരണം കളത്തിൽ പറഞ്ഞതിനെ പിന്തുടർന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒട്ടിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് സംഘടന, ഇപ്പൊ ഉദാഹരണമായിട്ട് ഔദ്യോഗിക മുജാഹിദ് ഒരു സ്ഥലത്ത് പോയാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ഭരണത്തിന്റെ കാലത്ത് നമുക്ക് അറിയുന്നതാണ്, ഔദ്യോഗിക മുജാഹിദിനെ ഒഴിവാക്കിക്കൊണ്ട് ഹജ്ജ് കമ്മിറ്റിയിലും മറ്റും ഇടതുപക്ഷം എടുത്തത് മടവൂർ ഗ്രൂപ്പിനെയാണ്. അപ്പൊ നമ്മൾ പോയിട്ട് രാഷ്ട്രീയക്കാരുടെ അടുത്ത് മുന്നിൽ തല വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മതസാമുദായിക സംഘടനകളുടെ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള അവസരം ഉണ്ടാവും. അത് മതവിശ്വാസികളായ ലീഗായാലും വേണ്ടില്ല, മതത്തിൽ വല്ലാതെ വിശ്വസിക്കുന്ന CPM ആയാലും അവർക്ക് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ മതസാമുദായിക സംഘടനകളാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ മതസാമുദായിക സംഘടനകൾ പോയിട്ട് രാഷ്ട്രീയക്കാരുടെ ഒട്ടണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ലീഗും EK തമ്മിലൊരു ബന്ധമുണ്ട്. EK ലീഗും തമ്മിലുള്ള ബന്ധം എന്നത് ചരിത്രപരമായിട്ടുള്ള ബന്ധമാണ്. അതിപ്പോ കുഴപ്പമൊന്നുമില്ല. AP ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ മസീഹ എന്ന് നമ്മൾ ആര്യാടൻ പറഞ്ഞില്ലേ.
ഈ കേരളത്തിൽ ഒരു ഇമാമുള്ളൂ, ആ ഇമാമ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആര്യാടൻ തന്നെ ഇറക്കിയില്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ AP വിഭാഗത്തിന് വലിയ സംഗതി നടന്നപ്പോൾ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ 5ാം മന്ത്രിയുടെ ഒക്കെ ആ പശ്ചാത്തലത്തിൽ അവർ ഇടപെട്ടിട്ട് ഒരു ബൂസ്റ്റ് AP-ക്ക് അവിടെ കൊടുത്തു എന്ന് പറയാം. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പോയിട്ട് രാഷ്ട്രീയക്കാരെ ടെന്റിന്റെ ഉള്ളിലോട്ട് വിളിച്ചു വരുത്തിയാൽ അവർ ഒട്ടകം ടെന്റിൽ കയറിയമായിരിക്കും അവർ. അപ്പൊ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയക്കാർ മതസാമുദായിക സംഘടനകളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട, മതസാമുദായിക സംഘടനകൾ ഇങ്ങോട്ട് ആഹ്വാനം 10 പേർക്കണ്ട രാഷ്ട്രീയ കാര്യങ്ങളിൽ. റൈറ്റ്. ഡോക്ടർ ഫസൽ ഗഫൂർ, തിരികെ താങ്കളിലേക്ക്. ഡോക്ടർ KT ജലീൽ, ഇവിടെ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിനെതിരെ CPM ശക്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. പക്ഷേ അത്തരം ശക്തമായ നിലപാടുകൾ മതസംഘടനകളുടെ ആഭ്യന്തര കാര്യത്തിൽ അല്ലെങ്കിൽ മതസംഘടനകൾ തമ്മിലുള്ള പോരിന്റെ കാര്യത്തിൽ CPM സ്വീകരിക്കാറില്ല. അതിലൊരു പക്ഷത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു CPM എന്നും ആരോപണമുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? ഒരിക്കലും അങ്ങനെ കേരളത്തിൽ നടത്താൻ വേണ്ടി കഴിയും. CPM-കാരെ കുറിച്ചിട്ടുള്ള ആക്ഷേപം തന്നെ മതനിഷേധികളാണ്, അവർക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ മതസംഘടനകൾ മുഴുവൻ CPM-നെ അകറ്റി നിർത്തുന്നത്. അങ്ങനെയുള്ള CPM മതകാര്യങ്ങളിൽ ഇടപെടുന്നു, മതസംഘടനകളെ സഹായിക്കുന്നു എന്ന് ലീഗ് തന്നെ പറയുന്നതിൽ സത്യത്തിലൊരു വൈരുദ്ധ്യമില്ലേ? മുസ്ലിം ലീഗ് തന്നെ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് മതമില്ല, എന്നാൽ മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ CPM-ൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് അവർ തന്നെ ആക്ഷേപിക്കുന്നതിൽ സത്യത്തിൽ വലിയൊരു വൈരുദ്ധ്യം അതിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ മണ്ണാർക്കാട്ട് കൊല്ലപ്പെട്ടവർ ഈ AP വിഭാഗം എന്നതുപോലെ തന്നെ DYFIയുടെ കൂടി പ്രവർത്തകരായിരുന്നു. അവർ DYFIയുടെ പ്രാദേശിക ഘടകങ്ങൾ രൂപീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ലീഗ് EK വിഭാഗത്തിന്റെ മുഴുവൻ സംരക്ഷണവും ലീഗ് ഏറ്റെടുക്കുമ്പോൾ AP വിഭാഗക്കാർ ആരാണോ അവർക്കൊരു തണൽ നൽകുക, ആ തണൽ സ്വീകരിക്കുക സ്വാഭാവികല്ലേ. അതിന് വലിയ പ്രത്യയശാസ്ത്ര ഇതൊന്നും വേണ്ടല്ലോ. അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി? മുസ്ലിം ലീഗിന്റെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാടല്ലേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് AP വിഭാഗത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ടാവുക? അതില്ലാതെ നോക്കേണ്ടിയിരുന്ന ബാധ്യത മുസ്ലിം ലീഗിനില്ലേ? റൈറ്റ്. KT ജലീൽ, തിരികെ താങ്കളിലേക്ക്. സൈദലി മാസ്റ്റർ, ഇത്തരം സന്ദർഭങ്ങളിൽ CPM ഉൾപ്പെടെയുള്ള മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകളുടെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണ AP വിഭാഗം തേടുന്നു, അവരുടെ പിന്തുണ സ്വീകരിക്കുന്നു. ഇതും പ്രശ്നങ്ങൾ വഷളാകാൻ കാരണമാണ്. കാരണം ഒരു വിഭാഗത്തിന് അനുകൂലമായി ലീഗ് ഇടപെടുമ്പോൾ മറുവിഭാഗം ചെയ്യുന്നത് രാഷ്ട്രീയ പിന്തുണ നേടാൻ തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാനല്ലേ സാധ്യത? കാരണം രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള സംഘർഷം കൊണ്ട് കേരളം പൊറുതിമുട്ടിയിരിക്കെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജലീൽ സാഹിബ് പറഞ്ഞത് ഞാനത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും അഭയം നൽകുന്ന സ്ഥലങ്ങളിൽ പോയി അവരുടെ പിന്നാലെ കൂടുക എന്നത് സ്വാഭാവികമാണ് എന്ന തരത്തിൽ ഞങ്ങൾ വളരെ കൊച്ചാക്കി കാണുന്ന തരത്തിലുള്ള ആ സംസാരം ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ശക്തരാണ്. ഞങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയോട് പോയിട്ട് അവരോട് അഭയം തേടേണ്ടതോ ആയ ഗതികേടൊന്നുമില്ല. ഞങ്ങൾ സ്വതന്ത്രരാണ്. ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന നിലക്ക് ആ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ അതിന് അനുകൂലമായ സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇവിടുത്തെ ഭരണഘടന അംഗീകരിക്കുന്നവരും ഇവിടുത്തെ നിയമങ്ങൾ അംഗീകരിക്കുന്നവരും ഇവിടുത്തെ മറ്റ് ജുഡീഷ്യറിയെ അംഗീകരിക്കുന്നവരും ഇവിടുത്തെ നിയമപാലകരെ അംഗീകരിക്കുന്നവരൊക്കെയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ അവരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ നിലനിൽക്കാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളത്, ഞങ്ങൾക്ക് പള്ളി സ്ഥാപിക്കാനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടത്താനും ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനകൾ നടത്താനും ഒക്കെയുള്ള അവകാശം, ആ അവകാശം അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അധികാരത്തിലേറിയാലും അവരിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ആവശ്യമായത് നേടിയെടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയത്തിൻ്റെ ഭാഗമാണ്. അത് ഞങ്ങൾ ചെയ്യും. അതിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗം ഞങ്ങളെ പരിപൂർണമായും പിന്തള്ളുന്നു എന്നോ വേറൊരു വിഭാഗത്തോട് ഞങ്ങൾ പുതുതായിട്ട് അവരോട് കൂടി ചേക്കേറുന്നു എന്നോ അങ്ങനെയൊന്നും ഇതിനെ കാണേണ്ട കാര്യങ്ങളില്ല. അതേസമയത്ത് ഞങ്ങൾ ഒരു വിഭാഗത്തിനെ മാത്രം പിന്തുണക്കുന്ന തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ സംഘങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രം പ്രത്യേകമായി ചേരുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊരിക്കലും ഒരു ഭൂഷണമല്ല. അങ്ങനെ ഉണ്ടാകുന്നത് അത് അവരുടെ തന്നെ കുഴിതോണ്ടലായിരിക്കും ഉണ്ടാകുക എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ ഞങ്ങൾ ഒരു സംഘത്തോടും ഒരു രാഷ്ട്രീയ കക്ഷികളോടും ഞങ്ങൾക്ക് താല്പര്യമില്ല. അതേസമയത്ത് ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ ബോധമുണ്ട്. എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതിനുള്ള നെറ്റ്വർക്കിംഗ് സംവിധാനം ഞങ്ങൾക്കുണ്ട്. അത് ആരെ ഏത് തരത്തിൽ എങ്ങനെ വേണം എന്ന് ചെയ്യാനുള്ള സംവിധാനം. ഇവിടെ ആരോപിക്കപ്പെടുന്നത് പോലെ മുൻപ്
പിളർപ്പിന് മുമ്പുണ്ടായിരുന്ന പള്ളികൾ, അതിനുശേഷമുണ്ടായ പള്ളികളും മദ്രസകളും, പിളർപ്പിന് മുമ്പുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ മേലുള്ള ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘർഷത്തിന് കാരണമാവുന്നത്. സ്വാഭാവികമായും അത്തരം പള്ളികളിൽ, സ്ഥാപനങ്ങളിൽ അവകാശം ഉന്നയിക്കുക AP വിഭാഗമായിരിക്കും. AP വിഭാഗത്തിൻ്റെ ന്യായമായ ഇത്തരം അവകാശങ്ങളെ അവഗണിക്കുന്നതല്ലേ സംഘർഷങ്ങൾക്കുള്ള ഒരു കാരണം? അല്ല, ആ പള്ളി സ്ഥാപിക്കപ്പെട്ട് സമസ്ത ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ ഉടമസ്ഥതയിലുള്ള പള്ളികളാണ് ഇവയൊക്കെ. സമസ്ത ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ കൃത്യമാണ്. അത് ഷംസുൽ ഉലമയും അതുപോലെ തന്നെ കണ്യത്ത് ഉസ്താദും നേതൃത്വം നൽകി. ഇപ്പോൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും കോയക്കോട് മുസ്ലിയാരും നേതൃത്വം നൽകുന്ന സമസ്ത ജമിയത്തുൽ ഉലമയാണ്. കോടതി വിധികൾ ധാരാളമുണ്ട്. ഈ ഓരോ സമയത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തിന് അടിസ്ഥാനത്തിൽ മഹല്ലുകളിൽ വിഹിതം വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗുരുതരമായ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. ഓരോ മഹല്ലിലും കുറഞ്ഞ ന്യൂനപക്ഷമായ ആൾ 10 ആൾ വന്നിട്ട് പറയാം എൻ്റെ വിഹിതം വേണം, കുറച്ചാൾ വന്നിട്ട് എൻ്റെ വിഹിതം വേണം എന്ന് പറഞ്ഞാൽ അത് ഊരി വെച്ച് കൊടുക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അതാ പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്നോടെ പിന്മാറണം. അതായത് അവരുടെ ഉടമസ്ഥ ഇപ്പോൾ EP വിഭാഗം എന്ന പ്രസ്ഥാനം പിറവിയെടുക്കുന്നത് 989 ശേഷമാണ്. കാന്തപുരത്തിനകത്തുള്ള വിഭാഗം. അവർക്ക് അതിന് ശേഷമുള്ള അവരുടെ സ്ഥാപനത്തിലേക്ക് ഞങ്ങൾ കയ്യേറാൻ പോകുന്നില്ല, അവരുടെ മദ്രസയിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അതിനു മുമ്പുള്ളത് സമസ്ത ജമിയത്തുൽ ഉലമയുടേതാണ്, അതിൻ്റെ ഉടമസ്ഥതയിലുള്ള മഹല്ലുകളാണ്, അതിൻ്റെ അവകാശം പൂർണ്ണമായും സമസ്തക്കാണ്. ഇവിടെയുള്ള വിഷയം എന്ന് പറയുന്നത്, ഇപ്പോഴുള്ള ഈ വിഷയം എന്ന് പറയുന്നത് വെറുതെ പർവ്വതീകരിക്കുക. കേശവിവാദത്തിൽ ആകപ്പാടെ മുഖം കെട്ട ഈ വിഭാഗം രക്ഷപ്പെടാൻ വേണ്ടി കളത്തിൽ അബ്ദുള്ള, യഥാർത്ഥത്തിൽ ലീഗിന് ഇതിൽ നിർണായകമായ റോളുണ്ട്. പ്രശ്നം എവിടെയാണ്? EK വിഭാഗത്തിൻ്റെ സമസ്തയുടെ ഉപാധ്യക്ഷൻ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ സ്വാഭാവികമായും എതിർവിഭാഗത്തിന് സംശയമുണ്ടാവുക സ്വാഭാവികമാണ്. മറ്റൊന്ന്, കോട്ടക്കലിലും മറ്റും മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായത്തിൽ പോലും, ആ പ്രായ വിവാദത്തിൽ പോലും മുസ്ലിം ലീഗ് നേതാക്കൾ ഇടപെട്ടുകൊണ്ട് മുസ്ലിം സംഘടനകളുടെ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഒരു വശത്ത് ഇത്തരം ഐക്യശ്രമങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് മുസ്ലിം സംഘടനകൾ തമ്മിൽ തല്ലി ചാവുകയാണ്. ലീഗ് എവിടെയാണ് നിൽക്കുന്നത്? മുസ്ലിമീങ്ങളുടെ ഐക്യവും മനുഷ്യൻ്റെ പൊതുവായ ഐക്യവും എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യത്തിനും വേണ്ടി അക്കാലത്ത് നിലകൊണ്ടൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യം, സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം, എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള ഐക്യം ലീഗിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇവിടെ ചർച്ച വന്നത് കല്ലാങ്കുഴിയുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണ്. ഞാൻ ഓരോ പഞ്ചായത്ത് എണ്ണി പറയാം. ഒരു 2 മിനിറ്റ് എനിക്ക് സമയം തന്നാൽ മതി. അലനല്ലൂർ പഞ്ചായത്തിൽ AP വിഭാഗത്തിന് 2 പള്ളിയുണ്ട്. ഇന്ന് വരെ അവിടെ ഒരു അക്രമമോ, മുസ്ലിം ലീഗിന് ഭൂരിപക്ഷമുള്ള വാഴങ്ങല്ലി പ്രദേശത്ത് അവരാണ് മഹല്ല് നടത്തുന്നത്. ലീഗുകാരൊന്നും അതിനെതിരായി അക്രമം നടത്തുക, അവിടെ ജുമാക്ക് പോകുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അലനല്ലൂർ ടൗണിലൊരു പള്ളിയുണ്ട്. ബാക്കിയുള്ള മുസ്ലിം പള്ളികൾ കേരളത്തിലെ KNMന്റെ ഏറ്റവും വലിയ ശക്തി. പാലക്കാട് ജില്ലയിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ കുറവായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുക്കമുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയായിരുന്നു എൻ്റെ ചോദ്യം. റൈറ്റ്, താങ്കളിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇവിടെ ലീഗ് ഒരു വിഭാഗത്തോടൊപ്പം നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ്. കാരണം ഈ മതസംഘടനകളിലെ ഒരു വിഭാഗത്തിൻ്റെ ഉപാധ്യക്ഷനാണ് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പോൾ അവരുടെ ഗതി അതാണ്, അവരെ പിന്താങ്ങുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല. മറുവശത്ത് ഒരേ സമയം തന്നെ മുസ്ലിം സംഘടനകളെ യോജിപ്പിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടക്കലിലും മറ്റും മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കുന്നു. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായ വിവാദത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കുന്നു. ഒരു വശത്ത് സുന്നി വിഭാഗത്തിലെ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുകയും മറുവശത്ത് മുസ്ലിം സമുദായ സംഘടനകളുടെ ഐക്യം നടപ്പാക്കുക എന്ന ദൗത്യവും ഏറ്റെടുക്കുന്നു. ഈ വിരോധാഭാസത്തിൽ ലീഗ് പരാജയപ്പെടുകയല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച പദം കറക്റ്റാണ്, അത് വിരോധാഭാസം തന്നെയാണ്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നമുക്കെല്ലാം ആദരണീയരായിട്ടുള്ള, പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിമുകൾക്ക് വളരെ പ്രിയങ്കരായിട്ടുള്ള പാണക്കാട് തങ്ങന്മാര് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഇടപെടും തോന്നും. യഥാർത്ഥത്തിൽ പാണക്കാട് വലിയ തങ്ങൾ, അതായത് ഷിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് ഇത് രാഷ്ട്രീയത്തിലാണ് ഇടാൻ തുടങ്ങിയത്. ഇനി ഈ പോക്കും കൂടെ പോകുമെങ്കിൽ എന്താ ഉണ്ടാവുമ്പോൾ എന്നുള്ളത് ഇവരുടെ മാന്യത കുറഞ്ഞു, ഒരു സംശയവും വേണ്ട. കാരണം വെച്ചാൽ പല കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇവർ വിഭാഗീയതയുടെ ഭാഗമായി മാറും. നേരത്തെ പറഞ്ഞ മാതിരി ഈ പിൻ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്നത് തന്നെ അതൊരു വൈരുദ്ധ്യമാണ്. അപ്പൊ ആ തരത്തിൽ വരുമ്പോൾ ഈ മീറ്റിങ്ങുകളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയും എല്ലാവരും പരിപ്പൂടെയും അല്ലെങ്കിൽ കട്ട്ലറ്റും കഴിച്ച് നടന്ന് പിരിയുകയും ചെയ്യുകയും പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷം ഇവരെ തല്ലുപിടുത്തങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീണ്ടും പറയാണ്, ഈ രാഷ്ട്രീയമായിട്ടുള്ള കെട്ടുബന്ധനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ കക്ഷിയായിട്ട് നിലനിൽക്കുക, അവർ CPM ആയിട്ട് ചേരുകയോ കോൺഗ്രസ് ആയിട്ട് ചേരുകയോ ചേരാതിരിക്കുക, അതൊക്കെ അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള ലൈനാണ്. അവർ മുസ്ലിം സമുദായത്തിന്റെ മതപരമായ കാര്യങ്ങളിലും മറ്റുള്ള കാര്യങ്ങളിലും പോയി ഇടപെടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ വിഭാഗീയത മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവരുടെ തീരുമാനങ്ങൾക്കെതിരായിട്ടുള്ള ആൾക്കാർ ആരായാലും ഞങ്ങളായാലും വേണ്ടില്ല,
ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് നേരത്തെ AP വിഭാഗക്കാർ പറഞ്ഞ മാതിരി ഞങ്ങളുടെ ശക്തി കാണിച്ചത് തെളിയിക്കും, അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള ചില ആയുധങ്ങൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞത്. അതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. വളരെയധികം നന്ദി ഡോക്ടർ ഫസൽ ഗഫൂർ, സൈദലവി മാസ്റ്റർ, മുസ്തഫ മുണ്ടുപാറ, കളത്തിൽ അബ്ദുള്ള ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.